ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു വീക്കെൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇത്തവണ ലക്ഷ്യം ദുബായാണ് കേട്ടോ. ഞങ്ങൾ നേരെ അബുദാബിയിൽ നിന്ന് ബസ്സിലാണ് കേട്ടോ ദുബായിലേക്ക് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഡ്രൈവ് ചെയ്ത് പോകുന്നതിനേക്ക് ഒത്തിരി കംഫർട്ടബിളാണ് അബുദാബി ഷാർജ ബസ്. വണ്ടിയിൽ സമാധാനമായി ഇരുന്ന് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു പോകാൻ പറ്റും. ഇത്തവണ സ്റ്റേ ചെയ്യുന്നത് ഗിവാറ ഹോട്ടലാണ്. ഇന്നത്തെ വ്ളോഗിൽ ഗിവാറ ഹോട്ടലിലെ റൂം ടൂറും അതുപോലെ തന്നെ ഹോട്ടലിന്റെ ടൂറൊക്കെ ആയിരിക്കും നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകളായിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ പോയി കാണാം കേട്ടോ. അങ്ങനെ ബസ്സിൽ നിന്ന് നേരെ ഇറങ്ങിയത് മാളിന്റെ മുന്നിലാണ് കേട്ടോ. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ തന്നെ കയറി. നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. ആദ്യം വയറ് നിറയ്ക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളിലോട്ട് പോകാം. നല്ല വെജിറ്റേറിയൻ ഓപ്ഷൻ തപ്പി നടന്ന് അവസാനം ഈ കാണുന്ന ഹോട്ടലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. നല്ല ചൂട് മസാല ദോശയും നല്ല നാടൻ ചമ്മന്തിയും സാമ്പാറും അതിൻ്റെ കൂടെ ഈ കാണുന്ന പോലെ ചൂട് കാപ്പിയും കൂടി കുടിച്ചു. അപ്പോൾ വയറൊക്കെ നിറച്ച് എനർജറ്റിക് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമുക്ക് മോളിൽ പോയിട്ട് ഉണ്ണികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാം. അങ്ങനെ മാളിൻ്റെ ഉള്ളിലൂടെ കുറച്ചൊക്കെ കറങ്ങി നടന്നതിന് ശേഷം നമ്മൾ ടോയ്സിൻ്റെ മുന്നിലെത്തി. പിന്നെ അവിടെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ചുറ്റി എന്തെടുക്കണമെന്നൊക്കെ കൺഫ്യൂഷനൊക്കെ അടിച്ച് അവസാനം ഞങ്ങൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ സെലക്ടൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ മാളിൽ നിന്ന് ഇറങ്ങി. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയപ്പോഴാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. ചേച്ചിയുടെ അവിടെ നിന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് പോയി. പിന്നെ ഇതാണ് കേട്ടോ ഹോട്ടലിൻ്റെ ലോബി ഏരിയ. അവിടെ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിലോട്ട് പോയി. ലോബി ഏരിയ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അവിടെ എല്ലാവരും ചെക്ക് ഇൻ ചെയ്യാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി ഞാൻ അങ്ങനെ ആ ഒരു ഏരിയ ഒന്നും അധികം വീഡിയോ എടുത്തില്ല. പിന്നെ ഞാൻ റൂമിലേക്ക് ഞങ്ങൾ വന്ന് പിന്നെ കിച്ചണിലൊക്കെ കയറി നോക്കി നോക്കാം കേട്ടോ എന്തൊക്കെയുണ്ട്. കിച്ചണിൽ നോക്കി ഫ്രിഡ്ജിലൊന്നുമില്ല. പിന്നെ അവിടെ കെറ്റിലുണ്ട്, കപ്പുണ്ട്, പിന്നെ ചായ പൗഡർ, അങ്ങനെ പിന്നെ അവിടെ ടേബിളുണ്ട്. ഹോളിലെത്തിയപ്പോൾ സോഫ, ഒരു ടി വി ഉണ്ട് അവിടെ കേട്ടോ. പിന്നെ ഒരു വ്യൂ ഉണ്ട് അവിടെ. വ്യൂ നോക്കിയപ്പോൾ അങ്ങനെ പുറത്തേക്കുള്ളൊരു ചെറിയൊരു വ്യൂ, അത്ര തന്നെ ബാൽക്കണി ഒന്നല്ല, ഒരു ചെറിയൊരു വ്യൂ ഉണ്ട്. പിന്നെ നേരെ റൂമിലോട്ട് പോയപ്പോൾ റൂമിൽ നിന്നും ഒരു 2 ജനലിൽ നിന്നും അത്യാവശ്യം ഒരു വ്യൂ ഉണ്ട്. റൂമിലും ഒരു ടി വി ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു വ്യൂ ആണ് ഇത് കാണുന്നത് കേട്ടോ ഇപ്പോൾ. പിന്നെ ചെറിയൊരു ബാത്റൂമും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിലോട്ടാണ് കേട്ടോ. ഈ ഒരു ബ്രിഡ്ജ് കടന്നിട്ട് വേണം അങ്ങോട്ട് ആ പൂളിൻ്റെ ഏരിയയിലേക്ക് വരണമെങ്കിൽ. പിന്നെ അവിടെയും പോയി. അവിടെ ഒരു ചെറിയ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൂടെ പോയിട്ടാണ് കേട്ടോ സ്വിമ്മിംഗ് പൂളിലോട്ട് പോകുന്നത്. സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഒരു ഏരിയയിൽ ഞാൻ
വീഡിയോ ഇപ്പോൾ എടുത്തിട്ടില്ല. പിന്നീട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ പാർട്ട് 2 ആയിട്ട് ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ എടുക്കാഞ്ഞത് വേറൊന്നുമല്ല. അവിടെ വേറെ ഫോറിനേഴ്സ് കുളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരുടെ ഒരു പ്രൈവസി മാനിച്ച് ഞാൻ ആ ഒരു വീഡിയോ എടുത്തൊന്നുമില്ല. അവിടുത്തെ ആ ഒരു ഏരിയയിലെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അവിടെ ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു. പക്ഷേ ലോഞ്ചിൻ്റെ അവിടുത്തെ വീഡിയോ എടുക്കാൻ നമുക്ക് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് വീഡിയോ അവിടുത്തെ എടുക്കാഞ്ഞത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പാർട്ട് 2 കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പാർട്ട് 2 ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.